ആക്ച്വലി എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് ഐസക്ക്. ഐ മീൻ നമ്മളൊരു സഹോദരനെ പോലെ യാത്രകളിൽ ഉടനീളം ഞങ്ങളുടെ കൂടെ ഉണ്ട് അവൻ. ലാസ്റ്റ് ഞങ്ങൾ കുടയിൽ പോയി, അവിടെ സ്വർഗം ഞങ്ങൾ ഒരുമിച്ച് ഫാമിലിയായിട്ട്, അതായത് ബാച്ചിലേഴ്സിൽ നിന്ന് മാറി ഒരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്യാം നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു യാത്ര 2 ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ പോയ ട്രിപ്പില്ലേ. ഏകദേശം തിരുവോണം കഴിഞ്ഞു, ചതയം രാവിലെയാണ്, 4 മണി, ഏകദേശം 5 മണിയോളം ഞങ്ങളവിടെ കണ്ടു. ഞങ്ങൾക്ക് വേണ്ട ഹാപ്പിനെസ് അവിടെ ഞങ്ങൾ തേടി കണ്ടെത്തി. ആരും എത്തിപ്പെടാത്ത വഴിയിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. പൂണ്ടി, ഐ മീൻ അവൻ പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മരണം വരെയും പ്രകൃതി അവനോടുണ്ട്. കാരണം അവൻ പലപ്പോഴും പറയാറുണ്ട്, അവൻ്റെ മരണം എല്ലാവരും ഒന്ന് ആഘോഷിക്കണം, അല്ലെങ്കിൽ അവൻ്റെ മരണം നിലനിൽക്കണം, ജീവനോടെ ജീവിതം ഇവിടെയാണ് ബാക്കി. പക്ഷെ അതേപോലെ തന്നെ സംഭവിച്ചു. ഈ ലോകം മുഴുവൻ അവൻ്റെ കൂടെ. ഞങ്ങളുടെ പ്രാർത്ഥന അവൻ്റെ അല്പം ജീവനെങ്കിലും തിരിച്ച് കിട്ടണം. വെന്റിലേറ്ററിൽ നിന്ന് മാറി ഞങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവനെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞങ്ങൾ അവനെ ആ രീതിയിൽ ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യണമെന്ന് ഞങ്ങൾ വാക്ക് കൊടുത്തത്. പ്രതീക്ഷിക്കാത്തുള്ളൊരു മരണമായിപ്പോയി. ഉച്ച കഴിഞ്ഞു അവൻ എന്നെ കാണാൻ വന്നു. എനിക്ക് ഷോപ്പുണ്ട്. അവനെ ആ സമയം കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എന്ത് പറ്റിയടാ നിനക്ക് എന്ന്. ഇത്ര ഒരു ഫേസിനകത്തൊരു പ്രകാശം, കാരണം ഒരു തേജസ് അവൻ്റെ മുഖത്ത്. കാരണം ഞങ്ങൾ ഫുൾ ടയർഡായിട്ട് വന്നതാണ്. ഉറക്കമെന്ന് പറഞ്ഞ സാധനമില്ല. 3 ദിവസം ഇത് ഫാമിലി, കൊച്ചുങ്ങളുടെ കാര്യം നോക്കണം, വൈഫിൻ്റെ കാര്യങ്ങൾ നോക്കണം, അതിനിടയ്ക്ക് നമ്മുടേതായ കുറച്ച് ആക്ടിവിറ്റീസ്, യാത്രകൾ പങ്കെടുക്കണം. അവൻ ചോദിച്ചു, അവൻ ചിരിക്കുന്നത് എന്നെ നോക്കി ചിരിച്ച് മാത്രം, ഇപ്പോഴേ വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞ് പോയി. 6:30 വൈകിട്ട് അവനെ കണ്ടു. ഒരു 7-8 മണിയോളം എന്നോട് ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. 8:15 വരെ ഞാൻ മെസ്സേജ് അയച്ചു, റിപ്ലൈ ഇല്ല. സഡൻലി എനിക്കൊരു കോള് വന്നു, ഇങ്ങനെ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായി, ഐസക്കാന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ വിളിച്ചു. ഷെറിൻ ഇവിടെ ഇല്ല. ഷെറിൻ ഇല്ലേ, ഉച്ച കഴിഞ്ഞ് ഇവിടുന്ന് വീട്ടിലോട്ട് പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് അന്വേഷിച്ചപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, തീരെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരു ബൈക്ക് ആക്സിഡൻറ്റ് കണ്ടിട്ട് പോയൊരു വ്യക്തിയാണ്. പിന്നെ അറിഞ്ഞത് റോഡ് ക്രോസിങ് നടക്കുന്ന സമയത്ത് അവന് ഒന്ന് മുമ്പോട്ടോ പുറകോട്ടോ. അന്നൊരു ഞങ്ങൾ ആഗ്രഹിച്ചു, ദൈവമേ ഒരു 2 സെക്കൻഡ് ഒന്ന് ഡിലേ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി, ഒരു വാഹനം അവനൊന്ന് ചിന്തിക്കാനുള്ളൊരു സമയം കൊടുത്തായിരുന്നുവെങ്കിൽ അവൻ ഞങ്ങളോടൊന്ന് കണ്ടേനെ. സ്വപ്നങ്ങളുണ്ട്, പക്ഷേ അവസാനത്തെ ഞങ്ങളുടെ ആ ട്രിപ്പ് അവൻ സ്വർഗം കണ്ടിട്ടാണ് പോയത്. ഐ മീൻ ഞങ്ങളോടുണ്ട്. ഇപ്പോഴും മരിച്ചിട്ടില്ല അവൻ. മരിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. കാരണം പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്തു പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം അല്ലാതെ ഒരു ദേഷ്യപ്പെടോ അല്ലെങ്കിൽ ഒരാളെ അനാവശ്യമായിട്ട് ചീത്ത വിളിക്കുകയോ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയല്ല. ഇപ്പോഴും വിളിച്ചാൽ വിളിപ്പുറത്താവൻ. നമ്മൾ എന്ത് പറഞ്ഞാലും ഓക്കെ, നോ എന്നുള്ള വേടില്ല. അതാണ് സങ്കടം. നമ്മൾ എന്ത് പറഞ്ഞാലും ഓക്കെ, നോ എന്ന് പറഞ്ഞൊരു നിഘണ്ടു അവൻ്റെ ജീവിതത്തിലില്ല. കണ്ടില്ലേ, അവൻ്റെ സ്വപ്നങ്ങളാണ്. അവൻ സ്വപ്നത്തിൻ്റെ പുറകെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊന്നും അല്ല ആക്ച്വലി. ഇനിയുണ്ട് ഒരുപാട്. കുറേയൊക്കെ ഇവിടെ നിന്നൊക്കെ പോയി, കുറേ ഒരുപാട്. ക്യാമറ ഒരു വലിയ ക്യാമറ, അതായത് ഞങ്ങളുടെ അവസാനത്തെ യാത്രയിൽ, അല്ലെങ്കിൽ അവസാനത്തെ ഞങ്ങളുടെ സഞ്ചാരത്തിൽ ഇതാ ഈ ക്യാമറയ്ക്കകത്ത് ഞങ്ങളുടെ എല്ലാ പിക്ചറും ഉണ്ട്. അവൻ്റെ അവസാനത്തെ ഫോട്ടോസാണ് ഈ ക്യാമറയ്ക്കകത്തിരിക്കുന്നത്. ഇത് നോക്കിയാൽ അറിയാം ഞങ്ങളുടെ ഒരു എങ്ങനെയാണെന്നുള്ളത്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പല ആൾക്കാരും പലതും, പക്ഷെ അല്ല, അവന് കൂട്ടുകാരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ജീവന. പറഞ്ഞില്ലയോ, അത്രത്തോളം കണക്ഷൻസ് ഉള്ളൊരു വ്യക്തിയാണ്. അവന് എവിടെ പോയാലും, ഈ കേരളമൊന്നല്ലാതെ ഈ സ്റ്റേറ്റ് വിട്ടു പോയാലും അവന് അത്രത്തോളം സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, സുഹൃത്ത് വലയങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് അവൻ്റെ ഡീപ് റൂട്ട് എന്ന് പറഞ്ഞൊരു മീഡിയ. അവനെടുത്തേക്കുന്ന സ്കിൽസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അവൻ്റെ FB-ക്കകത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവൻ്റെ സ്കിൽ എത്രത്തും മാത്രമുണ്ടെന്ന്. അവൻ വെറൈറ്റി. അതായത് ഒരു സാധാരണ ഒരു ഫോട്ടോഗ്രാഫറിൽ ഒരു പിക്ചർ എടുക്കുന്ന പോലെയല്ല അവൻ എടുക്കുന്നതിനകത്ത്. ഈവൻ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്ന ഏത് വ്യക്തിയുടെ ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു പ്രകൃതിപരമായിട്ടുള്ള ഒരു ഫോട്ടോസ് ആണെങ്കിലും ജീവനുണ്ട്. അവൻ ജീവൻ. അതാണ് എപ്പോഴും പറയാറുണ്ട്, ഒരു ക്യാമറയിൽ നിങ്ങൾ ഫേസ് കൊടുക്കുമ്പോൾ ഒരിക്കലും അഭിനയിക്കരുത്. നിങ്ങളെങ്ങനെയാണെന്നോ അതേപോലെ നിങ്ങളങ്ങ്
ചെയ്താൽ മതി, യാത്ര ചെയ്താൽ മതി, എന്നെ നോക്കണ്ട, നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് ഞാൻ എടുത്തു തരും, എന്നെ പോസ്റ്റ് ചെയ്യരുത്. അങ്ങനെ കിട്ടുന്ന ഞങ്ങൾ നല്ല മുഹൂർത്തങ്ങൾ ഒരുപാട്. ഇപ്പം എൻ്റെ മൊബൈല്, എൻ്റെ അനിയൻ സുഹൃത്ത് ഷെറിൻ്റെ മൊബൈല് ഒക്കെ ഞങ്ങളുടെ 3-4 പേരുടെ, ഏകദേശം ഞങ്ങൾ 5 പേരായിട്ടാണ് പോയത് ഇവിടെ നിന്നിട്ടും. 5 പേരുടെ മൊബൈലിലും മാറി മാറി പുതിയ പുതിയ ഫോട്ടോസ്, ഒരുപാട് ഫോട്ടോസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ഇപ്പം നമുക്കത് പറ്റുന്നില്ല. ഇവൻ മൊബൈൽ എടുത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒന്നും നോക്കുമ്പോൾ അവൻ്റെ മുഖം തന്നെയാണ് പിന്നെ തെളിഞ്ഞു വരുന്നത്, പല പല വിധത്തിലുള്ള അവൻ്റെ ഫേസ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പാഷനുള്ളൊരു വ്യക്തിയായിരുന്നു, ഭയങ്കര അംബിഷൻ. അതായത് അവൻ്റെ ആ കട തന്നെ, അവൻ്റെ ബ്ലൂം ഗാർഡൻ, അതൊരു അവൻ്റെ ജീവിതമായിരുന്നു. അത് ഒരു കഫേ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ ഒരു വലയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത ഒരു കഫേ ആയിരുന്നു. ഒരുപാട് ജീവിതം സ്ട്രഗിൾ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു കരയ്ക്ക് എത്താൻ വേണ്ടിയിട്ട്. പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്, ശരിയാവും, എല്ലാം ശരി. പോസിറ്റീവ് മാനർ, ഒക്കെ പോസിറ്റീവ്, ബി പോസിറ്റീവ്. നെഗറ്റീവ് എന്ന് പറഞ്ഞ സാധനം അവൻ നിഘണ്ടുവിലില്ല, അതാണ്. ബി പോസിറ്റീവ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മാരകം. അവൻ ഒരുപാട് കഥകൾ, അതാണ്. ഇപ്പം അവനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഒരു ആൽബം കുറേ വർഷം കൊണ്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതായിരുന്നു. അത് അവൻ തന്നെയാണ് പാട്ടിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കിയത്. അപ്പോൾ അത് ഉടനെ റിലീസാക്കാനുള്ള നടപടികൾ ഫ്രണ്ട്സ് സർക്യൂട്ട് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ നിന്ന് ഞങ്ങളതൊന്ന് തുടങ്ങണം. പിന്നെ അത് കഴിഞ്ഞ് ഒരു റാപ്പ് സോങ്ങും പെൻഡിങ്ങായി കിടക്കും വർഷങ്ങളായിട്ട്. അതിനകത്ത് ഞാനൊരു പാർട്ട്ണർഷിപ്പ് ആയിട്ടുണ്ട്. ഉറപ്പായും അദ്ദേഹം ആഗ്രഹിച്ചതും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കേണ്ടത് നിങ്ങൾ തന്നെ. അതെ അതെ അതെ, ഞങ്ങൾ അതിൻ്റെ പുറകില. അവൻ്റെ ജീവിതം ബാക്കി, അവൻ്റെ സ്വപ്നങ്ങൾ എന്താണ് ബാക്കി നിലനിൽക്കുന്നത്, അത് നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് കർത്തവ്യവും കടമയും ഞങ്ങളുടെ എല്ലാവരുടെയും. അല്ല, ഈ നാട് മൊത്തം അവൻ്റെ കൂടെ ഉണ്ട്. കാരണം ചെറുപ്പക്കാർ മുതൽ അതാണ്. അവൻ ചെറുപ്പക്കാരെന്നൊരു വേർതിരിവില്ല. അവൻ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഏറ്റവും താഴെ കിടക്കുന്ന ആൾക്കാരും ഒരുപോലെ ബിഹേവ് ചെയ്യുന്നത്. എപ്പോഴും കുട്ടിത്വം. എവിടെ പോയാലും അവനടിക്കുന്ന കുറച്ച് കൗണ്ടർ. കാരണം അവൻ വായനശീലം ഒരുപാട് കൊണ്ടു നടക്കുന്നൊരു വ്യക്തിയായിരുന്നു. നമുക്ക് കണ്ടറിയാം, ബുക്സ് ഇവിടെ അല്ല. അവൻ്റെ ബ്ലൂം ഗാർഡനിൽ, അവൻ്റെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ വരുന്ന യുവാക്കൾ വായിക്കണം ഇരുന്ന്. അതിന് പ്രത്യേകം ഞങ്ങളൊരു ഒരു റൂം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള. ഒരുപാട് ബുക്സുകൾ ഇനി ഉണ്ട്, മിസ്സിങ് ആണ് കിടക്കുന്നത്. ഒരു തികഞ്ഞ മനുഷ്യ സ്നേഹി, പ്രകൃതി സ്നേഹി. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ കഴിയൂ. അണമുറിയാത്ത അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അത്രത്തോളം പറയാൻ അദ്ദേഹത്തിൻ്റെ ഈ സഹകാരികൾക്ക്, സുഹൃത്തുക്കൾക്കുണ്ട്, പുറത്ത് DYFI പ്രവർത്തകർക്കുണ്ട്. എല്ലാവർക്കും ഏറ്റവും വേണ്ടപ്പെട്ടവൻ. രാഷ്ട്രീയത്തിന് ചില ഘട്ടങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായി പോലും അദ്ദേഹം നിൽക്കുകയും ആ സമൂഹത്തിൻ്റെ ആ മനസാക്ഷിക്കൊപ്പം ചേരുകയും കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെൻറ്റിനൊപ്പം നിൽക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഐസക് ജോർജ്.